അരങ്ങിലെത്താൻ സ്ത്രീകൾ അറച്ചുനിന്ന കാലത്താണ് മച്ചാട് വാസന്തി കടന്നുവന്നത്. കണ്ണൂരിലെ കിസാൻ സമ്മേളനത്തിൽ EK നായനാർ പാടാൻ പറഞ്ഞു. അന്ന് വാസന്തിക്ക് പ്രായം 14. പിന്നീട് ഇന്നോളം വാസന്തിക്ക് കൂട്ട് പാട്ടായിരുന്നു. ഉച്ചയ്ക്ക് നീ എൻ്റെ കൊച്ചുവാഴത്തോപ്പിൽ ബാബുക്കയുടെ ഈണങ്ങളെ മച്ചാട് വാസന്തി അനശ്വരമാക്കി. വാസന്തിയെ കാണാനും കേൾക്കാനും ആളുകൾ നാടകപ്പറമ്പുകളിലേക്ക് ഒഴുകിയെത്തി. ഓളവും തീരവും ഇറങ്ങിയ കാലം. MT വാസുദേവൻ നായരുടെ നിർബന്ധത്തിൽ വാസന്തി പാടി. കണ്ണൂര് കിസാൻ സമ്മേളനം നടക്കുന്ന കാലത്താണ്. അന്ന് എനിക്ക് 9 വയസ്സായിട്ടുള്ളൂ. അങ്ങനെ അവിടെ പോയി. അപ്പം സമ്മേളനം ഭയങ്കര ആൾക്കൂട്ടാണ്. അന്നത്തെയൊക്കെ നമ്മുടെ പാർട്ടിൻ്റെ സമ്മേളനത്തിന് ഭയങ്കര ജനങ്ങളാണ്. അച്ഛൻ പാടാൻ വേണ്ടി സ്റ്റേജിലേക്ക് പോയപ്പോൾ ഞാനും പിന്നാലെ വെറുതെ പോയി. അച്ഛൻ്റെ മുണ്ട് പിടിച്ചും കൊണ്ട് ഞാനും പോയി. അപ്പോൾ നായനാർ ചോദിച്ചു, കൃഷ്ണ മോള് പാടുമെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, ഇതുവരെ പാടിയിട്ടില്ല, ഇനി നായനാർ ചേട്ടൻ പറയുകയാണെങ്കിൽ ചിലപ്പം പാടും എന്ന്. അങ്ങനെ നായനാർ എന്നോട് ചോദിച്ചു, മോളൊരു പാട്ട് പാടുമെന്ന്. ഓ എനിക്കിഷ്ടമാണ്. അപ്പം ഭയങ്കര ഇഷ്ടമാണ് പാടാൻ. അപ്പോൾ അച്ഛൻ്റെ പാട്ടൊക്കെ കേട്ട് എനിക്ക് പഠിച്ചിട്ട് എൻ്റെ മനസ്സിലുണ്ടല്ലോ. അങ്ങനെ ഈ വേദി എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. 2014 അപ്രതീക്ഷിതമായുണ്ടായ അപകടം വാസന്തിയെ തളർത്തിയെങ്കിലും മീശമാധവൻ എന്ന സിനിമയിലെ പാട്ടിലൂടെ വാസന്തി തിരികെയെത്തി. ഈ വനിതാ ദിനത്തിൽ ഫറൂഖിലെ വീട്ടിൽ മച്ചാട് വാസന്തിയെ വനിതാ കമ്മീഷൻ ആദരിച്ചു. ദേശീയ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള വനിതാ കമ്മീഷൻ വ്യത്യസ്ത മേഖലകളിൽ സാന്നിധ്യം തെളിയിച്ച പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന സ്ത്രീകളെ ആദരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു. അതിൽ കലാരംഗത്ത് നല്ല നാടക നടിയായി ജീവിതമാരംഭിച്ച് ഏറ്റവും ഹൃദയസ്പൃക്കായിട്ടുള്ള ഗാനങ്ങളിലൂടെ മലയാളി മനസ്സിൽ ഇടം തേടിയിട്ടുള്ള ശ്രീമതി മച്ചാട്ട് വാസന്തിയെ ആദരിക്കണം എന്ന തീരുമാനം ഞങ്ങളെടുത്തു. പക്ഷേ വാസന്തി അടുത്തേക്ക് ഇന്നത്തെ ഈ ശാരീരികമായിട്ടുള്ള ഈ അവസ്ഥയിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ വനിതാ കമ്മീഷൻ്റെ അംഗമായിട്ടുള്ള ശ്രീമതി അഡ്വക്കേറ്റ് കുഞ്ഞായിഷയും ഞാനും നമ്മുടെ കമ്മീഷൻ്റെ ഓഫീസർമാരും ഇവിടെ വന്ന് അവരെ നേരിട്ട് കണ്ട് ആ ആദരവ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. വനിതാ ദിനങ്ങൾ കടന്നു പോകുമ്പോൾ അറിയണം അതിജീവനത്തിന്റെയും പോരാട്ടത്തിന്റെയും പേരാണ് മച്ചാട് വാസന്തി. ക്യാമറമാൻ വിജയ് ശമ്പാടിക്കൊപ്പം അഞ്ജലക്ഷ്മി അശോക്, റിപ്പോർട്ടർ, കോഴിക്കോട്.